ഇരുവിഭാഗം സുന്നികളെയും ഒരുമിപ്പിച്ച് ഈ ഒരു ഇലക്ഷനിൽ UDF ശക്തമായ രീതിയിലുള്ളൊരു മത്സരരംഗത്തേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. പൊന്നാനി മണ്ഡലത്തിലുള്ള ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ പൊന്നാനി എക്കാലത്തും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. ആരാണ് പൊന്നാനിയിൽ വിജയിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഹംസ ജയിക്കാനാണ് ചാൻസ്. ഹംസ ജയിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞ് അത് SKSF EK വിഭാഗത്തിൻ്റെ പിന്തുണ ഇപ്രാവശ്യം ഇടതുപക്ഷത്തിനാണെന്നുള്ള ഒരു കിംവദന്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇവിടെ പൊന്നാനി മണ്ഡലത്തിൽ ഹംസക്ക് അത് വോട്ടായി മാറുമോ, സമദാനിക്ക് ആ വോട്ട് കിട്ടൂല എന്നാണോ താങ്കൾ പറയുന്നത്? രണ്ട് സംഘടനകളും പിന്നെ ഹംസക്ക് വോട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷ. രണ്ട് സംഘടനകൾ എന്ന് പറഞ്ഞാൽ AP വിഭാഗവും EK വിഭാഗവും. AP വിഭാഗത്തിൻ്റെ വോട്ടും അതുപോലെ തന്നെ EK വിഭാഗം സുന്നികളുടെ വോട്ടും പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായ ഹംസക്ക് ലഭിക്കുമെന്നാണ് താങ്കളുടെ അഭിപ്രായം. അവിടെ ഹംസ വിജയിക്കും എന്ന് തന്നെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ ഹംസക്കാണ് വിജയ സാധ്യത. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പൊന്നാനി മണ്ഡലത്തിൽ ഹംസ വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. സമദാനിക്ക് എത്രത്തോളം അവിടെ ഒരു പരമ്പരാഗതമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് അവിടെ ഇപ്പോൾ സേഠ് സാഹിബൊക്കെ പൊന്നാനി മണ്ഡലത്തിൽ വരാതെ അവിടുന്ന് വിജയിച്ചു പോയ ഒരു വ്യക്തിയാണ്. അതായത് 2 ലക്ഷം വോട്ടിനൊക്കെ വിജയിച്ച് കയറിയ സ്ഥാനാർത്ഥികളുണ്ട് മുസ്ലിം ലീഗിൻ്റെ. അപ്പോൾ പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന് അത് എത്രത്തോളം അത് മേക്ക് ഓവർ ചെയ്യാൻ സാധിക്കും മുസ്ലിം ലീഗിൻ്റെ ആ ഒരു വോട്ടിന് എന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ആ ചരിത്രമൊക്കെ മാറി തുടങ്ങിയില്ല. ഹംസ അല്ല നമ്മളെ അബ്ദുറഹ്മാൻ മത്സരിച്ചപ്പോൾ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ആ 2 ലക്ഷമൊക്കെ മറിഞ്ഞ് ഇപ്പോൾ 25,000-ൽ നിൽക്കുന്ന സമയമാണ്. മിക്കവാറും സമദാനി തോൽക്കുന്നതിനാണ് എൻ്റെ വിശ്വാസം. പരമ്പരാഗതമായിട്ട് EK വിഭാഗത്തിൻ്റെ വോട്ടുകൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് ലഭിക്കാറ്. ഇപ്രാവശ്യം അത് കുറച്ച് ഒരു സമസ്തയുമായിട്ട് ലീഗുണ്ടായ ഒരു അസ്വാരസ്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആ വോട്ട് ഇടതുപക്ഷത്തേക്ക് മാറി മറയുന്നത് തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹം പ്രവാസ ലോകത്തേക്ക് ഇന്നാണ് നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നാട്ടിലെ ആ ഒരു പൾസ്, ഇലക്ഷൻ പ്രചരണ ചൂടിൻ്റെ ഒരു പൾസ് ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് അറിയാം എന്നുള്ള കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ. അപ്പോൾ സമദാനിക്ക് അവിടെ EK വിഭാഗത്തിൻ്റെ വോട്ട് ലഭിക്കൂല എന്നാണോ താങ്കൾ കണക്ക് കൂട്ടുന്നത്? ഇപ്രാവശ്യം ഒരു അട്ടിമറി ഷുവറാണ്. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ ഹംസ തന്നെ വിജയിക്കും എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം. അതെ, ഹംസ തന്നെ വിജയിക്കും. അപ്പോൾ സമദാനിൻ്റെ ഒരു വിലയിരുത്തലും കാര്യങ്ങളൊക്കെ അത് ലീഗിലുള്ള ഈ ചേരിപ്പോരും പിന്നെ സംഘടനയുമായിട്ടുള്ള പിന്നെ ഇപ്പോഴുള്ള ഫൈറ്റിംഗ് എല്ലാം നോക്കുമ്പോൾ ശരിക്കും അവരുടെ വോട്ട് LDFന് കിട്ടാനാണ് ചാൻസ്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച അന്ന് മുതൽ സമദാനി സാഹിബ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ നേരിൽ പോയി കാണുകയും മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ മുസ്ലിം സാമുദായിക ഐക്യം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു ഇലക്ഷനിൽ മുസ്ലിം ലീഗ് ഈ മതന്യൂനപക്ഷങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മുസ്ലിം ലീഗിനുണ്ടോ? തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ പാർട്ടി തന്നെയാണ്. അവരുടെ വോട്ട് ബേസ് എന്ന് പറയുന്നതും ന്യൂനപക്ഷ പാർട്ടിയാണ്. ആ തരത്തിൽ അവരുടെ വോട്ട് ബേസിനെ അവർ കാലാകാലങ്ങളായിട്ട് ഒരുമിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോയി ശ്രമിക്കാനില്ല. ചില സന്ദർഭങ്ങളിൽ അതിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് വരുന്ന എതിർ ശബ്ദങ്ങളുണ്ട് മുസ്ലിം ലീഗിനെതിരായിട്ടുണ്ട്. അതിനെ പോലും 2009 വൻ കാറ്റ്, LDFൻ്റെ വൻ കാറ്റിനെ പോലും പൊന്നാനി അതിജീവിച്ചതാണ്. ആ സന്ദർഭത്തെ തട്ടിച്ച് നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ലൊരു മാർജിനിലോട്ട് തന്നെ സമദാനിക്ക് വിജയിക്കാനാണ്. കാരണം സമദാനി എന്ന് പറയുന്നത് ഇതും സുന്നികൾക്കും അല്ലെങ്കിൽ സുന്നി പക്ഷത്തിന് പൊതുവെ പൂർണ്ണ സമ്മതനായിട്ടുള്ള ഒരാളാണ് കൂടിയാണ്. ആ ഒരു ബേസിൽ നോക്കുമ്പോൾ സമദാനിക്ക് സുഖമായുള്ളൊരു വിജയം അവിടെ പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. ഈ ഹംസ അവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഹംസ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃനിരയിലുണ്ടായിരുന്ന ഒരാളാണ്. മുസ്ലിം ലീഗുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പുറത്തു പോവുകയും അതുമൂലം
LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ പൊന്നാനിയിൽ വരികയും അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? അങ്ങനെ ഒരു ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു പാരമ്പര്യം വെച്ചിട്ട് മലയാളി പോലും അല്ലാത്ത ഒരു ബനാത്ത് വാലയെ വിജയിപ്പിച്ച ഒരു പാർട്ടി കേരളത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി സമദാനിയായിരിക്കും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 അത്ര ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. സാമുദായിക ഐക്യം എന്നുള്ളത് ഒരു ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമുദായിക പാർട്ടി എന്നുള്ള രീതിയിൽ അത് അത്യന്താപേക്ഷിതമാണ്. മുൻകാലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അതില്ലാതെ പോയെങ്കിൽ പോലും ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ മുസ്ലിം സമുദായവും ന്യൂനപക്ഷ സമുദായങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്ത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ സാമുദായിക വോട്ടുകളെയും അല്ലെങ്കിൽ മുഴുവൻ വോട്ടുകളെയും അതർ കമ്മ്യൂണിറ്റി വോട്ടുകളെ പോലും ലീഗ് പൊന്നാനിയിലായാലും മലപ്പുറത്തായാലും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വൻ മുന്നോട്ടം തന്നെ നടത്തുകയും ചെയ്യും. ഒരു ഫാസിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കില്ലേ ഈ മുസ്ലിം സാമുദായിക സംഘടനകളെയൊക്കെ ഒരുമിച്ച് കൂട്ടുക എന്നത് അർത്ഥമാക്കുന്നത്? തീർച്ചയായിട്ടും ഫാസിസം ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമുദായം എന്ന രീതിയിൽ അവരുടെ ശബ്ദം ഉയർന്നു വരിക തന്നെ വേണം. കാരണം അവരുടെ ശബ്ദമാണ് ഉയരേണ്ടത്. അവർക്ക് വേണ്ടി മറ്റുള്ളവരല്ലല്ലോ സംസാരിക്കേണ്ടത്. എന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞാനായിരിക്കണം അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യപ്പെടേണ്ടത്. ആ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് മാക്സിമം വരികയും മുസ്ലിം പൊളിറ്റിക്സ് പറയുന്ന മുസ്ലിം ലീഗ് വരികയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം വരുന്നത്. അംസ എന്ന ഒരു സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൽ നിന്നാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം മുസ്ലിം ലീഗിന് അതൊരു ബാധ്യതയാകുമോ? തീർച്ചയായിട്ടും ഇല്ല. പൊന്നാനി എന്ന് പറഞ്ഞ LDFനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുടെ ഒരു ശാലയാണ്. താങ്കൾ അർത്ഥമാക്കുന്നത് സമസ്തയുടെയും അതേപോലെ തന്നെ AP വിഭാഗം സുന്നിയുടെയൊക്കെ പിന്തുണ ഇപ്രാവശ്യം സമദാനി സാഹിബിനുണ്ടാകും, അതുകൊണ്ട് തന്നെ വിജയം സമദാനി സാഹിബിനാണ് എന്നാണ് താങ്കൾ പറയുന്നത്? എല്ലാവരുടെ വോട്ട് ബേസും അവിടെ ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും EK സമസ്ത വിഭാഗത്തിൻ്റെ പൂർണ്ണമായും കിട്ടും. രണ്ടാമത് പ്രത്യേക സാഹചര്യത്തെ ഇപ്പോഴത്തുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് AP സമസ്തക്കാരുടെയും കിട്ടും എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു നിയമസഭ ഇലക്ഷന് അല്ല. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഒരു CPM കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു കേഡർ പാർട്ടി, ഇത്രയധികം സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പാർട്ടി എന്നൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ എന്തായാലും അവർക്ക് ആ സീറ്റ് ഷുവറായിട്ടുള്ളൊരു സീറ്റാണ്. പിന്നെ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ബനാത്ത് വാലയും സൈഡ് സാഹിബിനെയൊക്കെ പുറത്തുനിന്നൊരു സീറ്റിൽ നിന്ന് ഇവിടെ വന്ന് വിജയിപ്പിക്കാവുന്ന ഒരു പാർട്ടിക്ക്, AK ആൻ്റണിയെ തിരൂരങ്ങാടിയിൽ വിജയിപ്പിക്കാവുന്ന ഒരു പാർട്ടിക്ക് തീർച്ചയായിട്ടും അന്നത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക്